ഭദ്രദീപ ഘോഷയാത്ര സത്രക്കടവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗോകുൽ ഭദ്രദീപ ഘോഷയാത്ര സത്രക്കടവിലേക്ക് നീങ്ങുന്നു. ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയുള്ള അകമ്പടിയാണ്. അകമ്പടി സേവയിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ്? അതോടൊപ്പം തന്നെ വള്ളപ്പാട്ട് പാടി, വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ടാണോ ഭദ്രദീപത്തെ ആനയിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. സമയത്തിനകം തന്നെ ഈ ഭദ്രദീപ ഘോഷയാത്ര സത്രക്കടവിൽ എത്തിച്ചേരുന്നുണ്ടാവും. അവിടെയും ഇത്തരത്തിൽ ഈ ഘോഷയാത്രയെ ആചാരപൂർവ്വം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും. അങ്ങനെ ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ചടങ്ങുകൾക്കും ആ ഒരു ആചാരപരമായിട്ടുള്ള മാനം ഉണ്ട്. ആറന്മുളയിലെ എല്ലാ ചടങ്ങുകൾക്കും അത് പൂർവാധികം ഭംഗിയായി തന്നെ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും പള്ളിയോടങ്ങളും ഈ മത്സര വള്ളങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. 52 കരകളിലെ പള്ളിയോടങ്ങളാണ് മാറ്റിവെക്കുന്നത്. പക്ഷേ ഇക്കുറി 51 പള്ളിയോടങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു പള്ളിയോടം മറ്റു ചില അസൗകര്യങ്ങൾ മൂലം മത്സര വള്ളങ്ങൾക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ബാക്കി 51 പള്ളിയോടങ്ങൾ, 51 കരകളുടെ 51 പള്ളിയോടങ്ങളായിരിക്കും ഇന്നത്തെ ഉത്രട്ടാതി ജലമേളയിൽ പമ്പാ നദിയിൽ മാറ്റുരയ്ക്കുന്നുണ്ടാവുക. ഈ പള്ളിയോടങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഓരോ കരകളുടെയും അഭിമാന സ്തംഭങ്ങളാണ്. വളരെ ഭക്ത്യാദരപൂർവ്വമാണ് ഓരോ പള്ളിയോടങ്ങളെയും ഇവിടുത്തെ ആറന്മുള നിവാസികളും ഇതിന്റെ കരക്കാരും ഒക്കെ കണ്ടുപോരുന്നത്. ഭഗവാൻ പാർത്ഥസാരഥിയുടെ, ആറന്മുള പാർത്ഥസാരഥിയുടെ അദൃശ്യമായിട്ടുള്ള സാന്നിധ്യം ഓരോ പള്ളിയോടത്തിലും ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ വളരെ ഭക്ത്യാദരപൂർവ്വം മാത്രമേ ഈ പള്ളിയോടങ്ങളെ കാണുകയുള്ളൂ. തൊട്ട് നമസ്കരിച്ചതിന് ശേഷം മാത്രമേ പള്ളിയോടത്തിലേക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. മുണ്ടെടുത്ത് മാത്രമേ, അല്ലെങ്കിൽ മേൽവസ്ത്രം കൂടാതെ മുണ്ടെടുത്ത് മാത്രമേ ഈ പള്ളിയോടങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് അവർക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. ഒപ്പം ആ രീതിയിൽ പള്ളിയോടങ്ങളെ ഭഗവാന്റെ പള്ളിയോടങ്ങളായി കണ്ടുകൊണ്ട്, ഭഗവാന്റെ സാന്നിധ്യം വരുന്ന ഓടങ്ങളായി കണ്ടുകൊണ്ട്, അതിനെ ആ രീതിയിൽ ഭക്ത്യാദരപൂർവ്വം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ആ കരക്കാരൊക്കെ അതിനെ ആ രീതിയിലാണ് അതിനുള്ള മാനം നൽകിയിരിക്കുന്നത്. അങ്ങനെ മറ്റ് വള്ളംകളിയിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ആറന്മുളയുടെ ജലമേള അത് ഒരു മത്സര വള്ളംകളി എന്നതിനപ്പുറമായിട്ട് അതൊരു ഭക്തിക്കും ആചാരത്തിനും ഒക്കെ പ്രാമുഖ്യം നൽകുന്ന ഒരു വള്ളംകളി എന്നുള്ള രീതിയിൽ കാലങ്ങൾക്ക് മുന്നേ തന്നെ അത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലുള്ള ചരിത്രങ്ങൾ ഈ ആറന്മുള വള്ളംകളിയുമായിട്ടും ഇവിടുത്തെ ആഘോഷ ആചാരങ്ങളുമായി ഒക്കെ തന്നെ ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. നിലവിൽ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിച്ച ഓടങ്ങളാണ്, അല്ലെങ്കിൽ വഞ്ചികളാണ് പിൽക്കാലത്ത് പള്ളിയോടങ്ങളായിട്ട് മാറിയതെന്നും അവ പള്ളിയോടങ്ങളുടെ മത്സരങ്ങൾ പിന്നീട് ചിട്ടപ്പെടുത്തി എന്ന തരത്തിലുള്ള കഥകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഭദ്രദീപ ഘോഷയാത്ര നിലവിൽ സത്രം കടവിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് രോഹിണി. ഇനി അല്പസമയത്തിനകം തന്നെ അവിടുത്തെ വിളക്കിലേക്ക് ഈ ഭദ്രദീപം കൊളുത്തുന്നുണ്ടാവും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും കൊളുത്തിയിട്ടുള്ള ആ ഭദ്രദീപം അത് അവിടെ കൊളുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന്റെ അവസാനവട്ട തയ്യാറെടുപ്പിൽ തന്നെയാണ്. അവിടെ മറ്റ് അധികൃതരൊക്കെ തന്നെയുണ്ട്. പള്ളിയോട സേവാ സംഘത്തിന്റെയും അതോടൊപ്പം തന്നെ ഈ ജലമേളയുടെ റേസ് കമ്മിറ്റി അടക്കമുള്ള മറ്റ് പല ഉപവിഭാഗങ്ങളുടെയും അധികൃതരൊക്കെ തന്നെ അതിന് അവിടുത്തെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഭദ്രദീപം കൊളുത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തുന്നുണ്ടാവും. ഉത്രട്ടാതി ജലമേളയ്ക്ക് ഇന്ന് ആരംഭം. അതിനുള്ള ഭദ്രദീപ ഘോഷയാത്രയാണിപ്പോൾ സത്രക്കടവിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ കണ്ടത് തത്സമയ ദൃശ്യങ്ങളാണ്. കിഴക്കോട്ട് തിരിച്ചു